ഹലോ ടു ഓൾ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു വൈപ്പവർ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു 4G LTE ഡിഷ് ആന്റിനയാണ്. അതായത് നമ്മുടെ വാവേൻ്റെ മോഡവുമായിട്ട്, വാവേൻ്റെ റൂട്ടറുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു എക്സ്റ്റേണൽ ഡിഷ് ആന്റിനയാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടി പരിചയപ്പെടുന്നത്. അപ്പോൾ വാവേ ഈ ഒരു കമ്പനി മിഡിൽ ഈസ്റ്റിലുള്ള മിക്ക കൂട്ടുകാർക്ക് അറിയാവുന്നതാണ്. വാവയുടെ ഒരുപാട് നെറ്റ്വർക്ക് സംബന്ധമായിട്ടുള്ള പ്രോഡക്റ്റുകൾ ഒരുപാട് വിറ്റഴിക്കുന്ന ഒരു വിപണിയാണ് മിഡിൽ ഈസ്റ്റ്. മോഡലുകൾക്കുള്ള പ്രത്യേകത നോക്കുക. ഇതിൻ്റെ പുറകിൽ നമുക്ക് ഈ ഒരു റൂട്ടറിന് റേഞ്ച് ഇല്ലെങ്കിൽ സിം ഇട്ട് ഉപയോഗിക്കാവുന്ന ഒരു യൂണിവേഴ്സൽ റൂട്ടറാണത്. യൂണിവേഴ്സൽ ആയിട്ടുള്ള റൂട്ടറാണ്, ഏത് സിമ്മും സപ്പോർട്ട് ചെയ്യുന്ന റൂട്ടറാണ്. അപ്പോൾ ഇത് നമ്മൾ വീടിനകത്ത് വെച്ച് കഴിഞ്ഞാൽ റേഞ്ച് ഇല്ല. ഇതിനൊരു സിഗ്നൽ ബാർ കാണിക്കും ഇവിടെ. ഈ ഒരു സിഗ്നൽ ബാറിൽ നമുക്ക് ബാറുകൾ കൂടുന്നില്ല എങ്കിൽ നമുക്ക് റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്റ്റേണൽ ആയിട്ട് ആൻറ്റിന ഘടിപ്പിക്കാൻ സൗകര്യമുണ്ട് ഇത്തരം റൂട്ടറുകളിൽ. അപ്പോൾ ഈ ഒരു രണ്ട് ആൻറ്റിനകൾ പൊതുപോലെ ഘടിപ്പിച്ചിട്ടുള്ളതാണ്. ഈ ഒരു റൂട്ടറിനൊപ്പം വരുന്ന ആൻറ്റിനയാണിത്. ഇതിന് റേഞ്ച് ഇല്ല എങ്കിൽ, അതായത് ഈ ഒരു ആൻറ്റിന വെച്ചിട്ട് പോലും നിങ്ങൾക്ക് ഇവിടെ സിഗ്നൽ ബാറുകൾ കൂടുന്നില്ല എങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് വൈപ്പവർ എന്ന് പറയുന്ന കമ്പനിയുടെ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്ന പ്രൊഡക്റ്റ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നാട്ടിൽ ഇത് എത്രത്തോളം സക്സസ് ആവണമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇതിന് ഒന്നാമത്തേന് പ്രൈസ് വളരെ ഹൈ ആണ്. ഈ ഒരു ഡിഷ് ആൻറ്റിനയുടെ 19,000 രൂപയാണ് ഏകദേശം ഇതിന് വില വരുന്നത്. ഇപ്പോൾ ആമസോണിൻ്റെ, നമ്മുടെ സൗദി അറേബ്യയിലെ ആമസോണിൽ, അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് സൗദി അറേബ്യയിലാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ ആമസോണിൽ ഏകദേശം 19,000 രൂപയാണ് ഇതിന് വില വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഉപകാരപ്പെടുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ നാട്ടിലുള്ള കൂട്ടുകാരാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഒരു 40% ആളുകളും ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് ഡാറ്റയുടെ പ്രശ്നം. ഡാറ്റ മീൻസ് നമ്മുടെ മൊബൈൽ റേഞ്ചിൻ്റെ പ്രശ്നം. വീട്ടിനകത്ത് റേഞ്ച് ഇല്ല, വീടിന് പുറത്ത് റേഞ്ച് ഉണ്ട്. പല വീടുകളിലും പോയാൽ കാണാം അവിടുത്തെ ആളുകൾ കൂടുതലും സമയം ചെലവഴിക്കുന്നത് വീടിന് പുറത്താണ്. മറ്റൊന്നുള്ള കാരണം വീടിനകത്ത് റേഞ്ച് ഇല്ലാത്തൊരു പ്രശ്നമാണ്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് സിഗ്നൽ ബൂസ്റ്ററുകൾ. സിഗ്നൽ ബൂസ്റ്ററുകൾ എൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീടിന് പുറത്തുള്ള, അതായത് നമ്മളെ സിഗ്നലിനെ 4G ആയിക്കോട്ടെ, 2G ആയിക്കോട്ടെ, 3G ആയിക്കോട്ടെ, അതൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന സിഗ്നൽ ബൂസ്റ്ററുകൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. അപ്പോൾ പുറത്തുള്ള നമ്മുടെ മൊബൈൽ റേഞ്ചിനെ അകത്തേക്ക് ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സിഗ്നൽ ബൂസ്റ്ററുകളുടെ പ്രത്യേകത. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ ആണ് ഇപ്പോൾ നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിഗ്നൽ ബൂസ്റ്ററുകൾ ഇപ്പോൾ നാട്ടിൽ സക്സസ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്ന് അറിയാൻ സാധിച്ചു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടല്ല ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത്. ഇന്ന് നേരത്തെ ഞാൻ പറഞ്ഞ റൂട്ടറിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു സാറ്റലൈറ്റ് ഡിഷ് ആൻറ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഈ ഒരു സിഗ്നൽ ബൂസ്റ്ററിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷന് കൂടെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു സ്നേഹിതൻ ഇതിനെക്കുറിച്ചിട്ട്, സിഗ്നൽ ബൂസ്റ്ററിനെ കുറിച്ചുള്ള വ്യക്തമായ രീതിയിലുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. ആ യൂട്യൂബ് ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷന് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂട്ടുകാർക്ക് ആ സിഗ്നൽ ബൂസ്റ്ററിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ മിഡിൽ ഈസ്റ്റിലുള്ള കൂട്ടുകാർക്കും അതുപോലെ തന്നെ നാട്ടിലുള്ള കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോയിലേക്ക് ആർദ്രമായ സ്വാഗതം. വാവയുടെ റൂട്ടറുമായി ഘടിപ്പിക്കാവുന്ന എക്സ്റ്റേണൽ വൈപ്പവർ എന്ന് പറയുന്ന കമ്പനിയുടെ MIMO 4G LTE എക്സ്റ്റേണൽ ഡിഷ് ആന്റിനയുടെ വിശേഷങ്ങൾ അടങ്ങിയ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു. എൻ്റെ പേര് ഷാജി ആറ്റുപുറം. ആദ്യ കാഴ്ചയിൽ സാറ്റലൈറ്റ് ഡിഷ് പോലെ തോന്നുമെങ്കിലും ഇത് സാറ്റലൈറ്റ് ഡിഷ് അല്ല, മറിച്ച് വൈപ്പവർ എന്ന് പറയുന്ന കമ്പനിയുടെ 4G സപ്പോർട്ട് ചെയ്യുന്ന ഒരു എക്സ്റ്റേണൽ ഡിഷ് ആൻറ്റിനയാണ്. ഇതിനകത്ത് 27 dBയുടെ 2 ആൻറ്റിനകളാണ് ഇവർ ഈ ഒരു പ്രോഡക്റ്റിനകത്ത് കൊടുത്തിരിക്കുന്നത്. MIMO ഡിഷ് ആൻറ്റിന എന്നാണ് ഇത് അറിയപ്പെടുന്നത്. നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. സ്റ്റീലിലാണ് നിർമ്മാണം. പിന്നെ 15 മീറ്റർ വയർ ഇതിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട്. ചില സൈറ്റുകളിൽ നിന്ന് 20 മീറ്ററിലും വയറുകൾ നമുക്ക് ലഭിക്കുന്നുണ്ടെന്ന് അറിയാൻ സാധിച്ചു. വീടിനകത്ത് വെച്ചിരിക്കുന്ന റൂട്ടറിൽ നിന്ന് വരുന്ന 15 മീറ്റർ വരുന്ന 2 വയറുകൾ, അതായത് ഡിഷ് ആൻറ്റിനയുടെ കൂടെ വരുന്ന 2 വയറുകൾ ഈ കാണുന്ന വൈറ്റ് വയറിലേക്ക്, അതായത് നമ്മുടെ ഡിഷ് ആൻറ്റിനയിൽ നിന്ന് വരുന്ന 2 വയറിലേക്ക് പ്ലഗ് ചെയ്യുക മാത്രമേ വേണ്ടുള്ളൂ. പിന്നെ ഇൻസ്റ്റലേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് വാട്ടർ പ്രൂഫ് ചെയ്യുക. അത്രയാണ് ഇതിൻ്റെ ഒരു ഇൻസ്റ്റാളേഷൻ വരുന്നത്. വലിയ തലവേദനയുള്ള ഒരു കേസൊന്നുമല്ല. ജസ്റ്റ് സിമ്പിളായിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് വൈപ്പവറിൻ്റെ ഈ ഒരു ഡിഷ് ആൻറ്റിന. നേരത്തെ നിങ്ങൾ കണ്ടത് ഒരു 4G റൂട്ടറാണെങ്കിൽ ഇതൊരു 5G റൂട്ടറാണ്. വാവേ എന്ന് പറയുന്ന കമ്പനിയുടെ 5G റൂട്ടറാണ്. ഏറ്റവും അഡ്വാൻസ് ആയിട്ട് പുറത്തിറങ്ങിയ ഒരു 5G റൂട്ടറാണ്. ഞാൻ ഡിഷ് ആൻറ്റിൽ നിന്ന് വരുന്ന 2 വയറുകൾ ഘടിപ്പിച്ചിരിക്കുന്നത് ഈ റൂട്ടറിൻ്റെ ബാക്ക് സൈഡിലേക്കാണ്, എക്സ്റ്റേണൽ പോർട്ടിലേക്കാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഈ ഒരു സോക്കറ്റുകളൊക്കെ എല്ലാം തന്നെ ഈ വയറിനോട് ചേർന്ന് ഫിക്സ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഫിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് റൂട്ടർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു റൂട്ടർ അടുത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് ഡിഷ് അലൈൻമെൻറ്റ് ചെയ്യേണ്ടത്. ഡിഷ് അലൈൻമെൻറ്റ് ചെയ്യേണ്ട പൊസിഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ ടവർ വരുന്ന സൈഡിലേക്കാണ്. മാത്രമല്ല ഇതൊരു 5 ബാറുകൾ വരാൻ ശ്രമിക്കുക. അത്രത്തോളം ആയി കഴിഞ്ഞാൽ തന്നെ
നമുക്ക് റേഞ്ച് അത്യാവശ്യം എക്സ്റ്റെൻഡ് ആയി എന്നുള്ളത് പറയാം. ഈ ഒരു ഡിഷ് ആൻറ്റിന ഇൻസ്റ്റാൾ ചെയ്യേണ്ട സ്റ്റാൻഡ് ഇതിൻ്റെ കൂടെ വരത്തില്ല, അത് നമ്മൾ അഡീഷണലായിട്ട് പർച്ചേസ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്റ്റാൻഡ് നമ്മുടെ ഓർബിറ്റ് ഷോർട്ട് ടൈം നെറ്റ്വർക്കിൻ്റെ സാറ്റലൈറ്റ് ഡിഷ് ഫിറ്റ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡാണ്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടവർ ഒരുപാട് ദൂരം അകലെയാണെങ്കിൽ നിങ്ങൾ ഏകദേശം 2 നില 3 നിലയൊക്കെയുള്ള ബിൽഡിങ്ങുകളാണ് ഏറ്റവും ടോപ്പിൽ തന്നെ ഈ ഒരു ആൻറ്റിന ഫിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ അപേക്ഷിച്ചിട്ട് ഏകദേശം 6 കിലോമീറ്റർ അപ്പുറത്താണ് ടവർ ഉള്ളത്. പിന്നെ മുൻപിൽ തടസ്സങ്ങളൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ 4 മീറ്റർ ഹൈറ്റിലാണ് ഡിഷ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു ഡിഷ് ആൻറ്റിന ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ജസ്റ്റ് നമുക്കൊന്ന് റേഞ്ച് എത്രത്തോളം ബാറുകൾ കൂടിയിട്ടുണ്ടെന്ന് കാണാം. നേരത്തെ 3 ആയിരുന്നു ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ്. ഇപ്പോൾ ഞാൻ മൊബൈൽ ടവറിന് നേരെ ഡിഷ് അലൈൻമെൻറ്റ് ചെയ്തു. ഇപ്പോൾ 5 ബാറുകളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ മോഡം അടുത്ത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഡിഷ് അലൈൻമെൻറ്റ് ചെയ്യാവുന്നതാണ്. 5 ബാറുകളായി കഴിഞ്ഞാൽ ഫിക്സ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇനിയിപ്പോൾ ഈ ഒരു കണക്ടർ വരുന്ന ഭാഗം ഇൻസുലേഷൻ ടൈപ്പ് അടിച്ച് വാട്ടർ പ്രൂഫ് ചെയ്യണം. പിന്നെ കേബിൾ ടൈ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റാൻഡിന്മേൽ ഫിക്സ് ചെയ്യണം എന്നുള്ളതാണ്. നമുക്കിത് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം, മുകളിലോട്ടും താഴോട്ടൊക്കെ ഹൈറ്റും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു സൗകര്യമുള്ള ഒരു റൊട്ടേഷൻ സിസ്റ്റമാണ് ഈ ഒരു ആൻറ്റിനക്ക് കൂടെ വരുന്നത്. അപ്പോൾ നമ്മൾ സാറ്റലൈറ്റ് ഡിഷ് അലൈൻമെൻറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു അലൈൻമെൻറ്റും വരുന്നത്. മൊബൈൽ ടവറിനോട് ബന്ധപ്പെട്ട് അത് ആ ഒരു ഭാഗത്തേക്ക് മാത്രം നമ്മൾ തിരിക്കണം എന്നുള്ളതാണ് ഏറെ ഒരു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്. അങ്ങനെ വീടിനകത്ത് റൂട്ടർ കൊടുന്ന് വെച്ചിരിക്കുകയാണ്. വയറുകൾ രണ്ടും ഞാനിവിടെ കൊടുന്ന് ഇട്ടിട്ടുണ്ട്, കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും വീടിനകത്തുള്ള ഇൻറ്റേർണൽ ആൻറ്റിന, റൂട്ടറിൻ്റെ ആൻറ്റിനയിൽ നിന്നുള്ള ഒരു ഔട്ട്പുട്ടാണ് ഇപ്പോൾ നിങ്ങൾ ഒരു ബാർ മാത്രമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഒരു ബാർ തന്നെയുള്ളൂ വീടിനകത്ത് ലഭിക്കുന്നത്. റേഞ്ച് വളരെ കമ്മിയാണ്. പിന്നെ 2 വയറുകൾ ഞാനിവിടെ കൊടുന്ന് ഇട്ടിട്ടുണ്ട്, കണക്ട് ചെയ്തിട്ടില്ല. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഒരു ബാർ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇനി നമ്മളിത് ആൻറ്റിന 2 വയറുകൾ കണക്ട് ചെയ്യാൻ പോകണം. അതിനുശേഷമുള്ള റിസൾട്ട് എങ്ങനെയുണ്ട് നോക്കാം. ഓക്കെ, ഞാൻ ആൻറ്റിനയിൽ നിന്ന് വരുന്ന വയറുകൾ ഇപ്പോൾ റൂട്ടറുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞു. റൂട്ടറിൻ്റെ എക്സ്റ്റേണൽ പോർട്ടിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും 5 ബാറുകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് പുറകിൽ ഞാനിപ്പോൾ കണക്ട് ചെയ്തിരിക്കുകയാണ്. 5 ബാറുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഫുൾ റേഞ്ച് ആയിട്ടുണ്ട് ഇപ്പോൾ റൂട്ടർ. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ സ്പീഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നെറ്റ്വർക്ക് ഡാറ്റ സ്പീഡ് ഗൂഗിൾ ഫൈബറിൻ്റെ സൈറ്റ് വഴിയാണ് ഞാൻ ടെസ്റ്റ് ചെയ്യുന്നത്. ടെസ്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് പോയിട്ട് ടവറിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ഗൂഗിൾ ഫൈബർ വെബ്സൈറ്റ് വഴി ഡാറ്റ നെറ്റ്വർക്ക് സ്പീഡ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. മറ്റൊന്നുമല്ല, നമ്മളിതിൽ നോക്കാൻ പോകുന്നത് സ്പീഡ് ടെസ്റ്റ് തന്നെയാണ്. മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ടവറിൻ്റെ, അതായത് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത്, അതായത് ഞാൻ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് ആകെ 2 ടവറുകളാണ്. ഇതൊരു വില്ലേജാണ്. ഈ വില്ലേജിനകത്ത് 2 ടവറുകളാണ് എല്ലാവരും കൂടി ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നത്. ഒന്ന് മൊബൈലിൻ്റെ ടവറും ഒന്ന് STCയുടെ 4Gയുടെ ടവറുമാണ്. അപ്പോൾ നമ്മൾ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ആക്ച്വലി ആയിട്ടുള്ള അതിൻ്റെ ഒരു സ്പീഡ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ അപ്പുറത്താണ് നമ്മൾ ആ ഡിഷ് ആൻറ്റിന സെറ്റ് ചെയ്ത് വെച്ചത്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് 6 കിലോമീറ്റർ അപ്പുറത്താണ് ഈ ഒരു ടവറിന് നേരെയാണ് ആ ഡിഷ് ആൻറ്റിന നമ്മൾ അലൈൻമെൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ടവറിൽ നിന്നുള്ള ഏകദേശം 1 കിലോമീറ്റർ പോലും ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ടവറിൻ്റെ അടുത്തേക്ക്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് 4Gയുടെ സ്പീഡ് ഒന്ന് നോക്കാം. കാരണം ഇവിടെ സ്പീഡ് വളരെ കുറവാണ്. മറ്റൊന്നും കൊണ്ടല്ല, ഒരുപാട് ആളുകൾ ഈ ടവറിനെയാണ് ആശ്രയിക്കുന്നത്. ഇവിടെയുള്ള ഒരുപാട് വീടുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെയൊക്കെ വീടുകളുണ്ട്. അവരെല്ലാവരും ഒരുപാട് ജനങ്ങളുള്ള ഒരു ഏരിയയാണ്, വില്ലേജാണ്. അപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നത് ഈ ഒരു ടവറാണ്. അപ്പോൾ ഈ നേരത്തെ എന്തായാലും കുറേ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സൊക്കെ നടക്കുന്ന സമയം കൂടിയാണ്. അപ്പോൾ എന്തായാലും സ്പീഡ് പൊതുവേ കുറയും. അപ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ 4G ആണ് ഇപ്പോൾ ഇവിടെ കിട്ടുന്നത്. 5Gയിലേക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയം ആയിട്ടില്ല, കുറച്ചുകൂടി കഴിഞ്ഞാലാണ്. ഇപ്പോൾ സിറ്റികളിലൊക്കെയാണ് 5G അപ്ഡേറ്റ് വന്നിട്ടുള്ളൂ, ഇവിടേക്ക് വില്ലേജുകൾക്ക് വന്ന് തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഈ ഒരു ടവറിൽ നിന്നുള്ള സിഗ്നലാണ് നമ്മൾ നെറ്റ്വർക്കാണ് നമ്മൾ അതിൻ്റെ സ്പീഡ്, ഡാറ്റ സ്പീഡ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. റെഡ്മിയുടെ നോട്ട് 4X എന്ന് പറയുന്ന മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ഗൂഗിൾ ഫൈബർ ടെസ്റ്റ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഓക്കെ, ഏകദേശം 10.3 MB/s ആണ് ഡൗൺലോഡ് സ്പീഡ് നമുക്ക് കിട്ടുന്നത്. അപ്ലോഡ് സ്പീഡ് കിട്ടുന്നത് 4.63 MB/s ആണ്. ഒന്നുകൂടി നമുക്കൊന്ന് നോക്കാം. ഓക്കെ, 9.54 MB ആണ് ഡൗൺലോഡ് സ്പീഡ് വരുന്നത്. അതെന്തായാലും സ്റ്റേബിളായിട്ട് നമുക്ക് കിട്ടത്തില്ല, കുറഞ്ഞും കൂടി നിൽക്കും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു റിസൾട്ട്. അതായത് ടവറിന്റെ ഏകദേശം 1 കിലോമീറ്ററിന്റെ പോലും ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് നമ്മുടെ റെഡ്മി 4X എന്ന് പറയുന്ന ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ടെസ്റ്റ്. 4G ആണ് ഞാനിവിടെ നെറ്റ്വർക്ക് എനേബിൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, 9.54 MB/s ഡൗൺലോഡും 5.93 MB/s അപ്ലോഡും കിട്ടിയിട്ടുണ്ട് റിസൾട്ട്.
ഇനി നമുക്ക് നമ്മുടെ വൈഫൈ റൂട്ടറിൽ നിന്നുള്ള ഈ ആൻറ്റിന ഫിറ്റ് ചെയ്ത ശേഷം റൂട്ടിൽ നിന്നുള്ള സ്പീഡ് എത്ര ഉണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു റൂട്ടറിലെ വൈഫൈയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് ഈ മൊബൈൽ. അതിനിട്ട് ഞാൻ ഗൂഗിൾ ഫൈബറിൻ്റെ സ്പീഡ് ടെസ്റ്റാണ് എടുക്കുന്നത്. ഒരുപാട് സ്പീഡ് ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ കൂടി ആപ്ലിക്കേഷനുകളായിട്ടും വെബ്സൈറ്റുകളൊക്കെ ആയിട്ടും ഒരുപാട് വെബ്സൈറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഞാൻ കൂടുതലായിട്ടും വിശ്വസിക്കുന്നത് ഗൂഗിൾ ഫൈബറിൻ്റെ ഒരു സ്പീഡ് ടെസ്റ്റാണ്. അതിലാണ് കറക്റ്റായിട്ട് റിസൾട്ട് ലഭിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും, ഇപ്പോൾ ഡൗൺലോഡ് സ്പീഡാണ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 13.6 MB/s ആണ് ഡൗൺലോഡ് സ്പീഡ്. ഇനി അപ്ലോഡ് സ്പീഡ് നോക്കാം. അപ്ലോഡ് സ്പീഡ് അധികം കിട്ടാൻ വഴിയില്ല, നോക്കട്ടെ. 7.79 8 MB/s നമുക്ക് അപ്ലോഡ് സ്പീഡും ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വൈപ്പവർ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു 4G LTE ഡിഷ് ആൻറ്റിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തിയത്. ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്, ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രം. വളരെ ഉപകാരപ്പെടാവുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഭാവിയിൽ. അപ്പോൾ എന്തായാലും നാട്ടിലുള്ള കൂട്ടുകാർക്ക് ഇതൊരു സക്സസ് ആണോ എന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്കറിയില്ല. ഇനി അഥവാ ഇങ്ങനത്തെ ഒരു ഡിഷ് ആൻറ്റിന നാട്ടിൽ ആരെങ്കിലും ഇൻസ്റ്റാൾ ചെയ്തിട്ട് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായം ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ നിക്ഷേപിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഡിഷ് ആൻറ്റിന, നമ്മുടെ ഈ ഒരു വൈപ്പവറിൻ്റെ ഡിഷ് ആൻറ്റിന മാത്രം ഹൈ എൻഡ് പ്രൈസാണ്, 19,000 രൂപയുടെ അടുത്താണ് ഞാൻ പറഞ്ഞു. എന്നാൽ ഇത്തരം ഡിഷ് ആൻറ്റിനകൾ ചെറുതും നമുക്ക് ലഭിക്കുന്നുണ്ട്. ചെറുത് മീൻസ് വേറെ പല കമ്പനികളുടെയും കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിന് ഏകദേശം 10,000 രൂപയ്ക്ക് താഴേക്കാണ് വില കാണിക്കുന്നത്. അപ്പോൾ വാവയുടെ ഈ ഒരു ഇത്തരം റൂട്ടറുകൾ നമ്മൾ വീഡിയോയിൽ കാണിച്ച 5G റൂട്ടറിന് പുറമെ ഇത്തരം റൂട്ടറുകളൊക്കെ ഇതുപോലെ എക്സ്റ്റേണൽ ആൻറ്റിന ഘടിപ്പിക്കാവുന്ന റൂട്ടറുകളാണ് നിങ്ങളുടെ വീട്ടിലുള്ളതെങ്കിൽ, ഇപ്പോൾ നാട്ടിൽ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുപോയിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, റേഞ്ചിന് പ്രശ്നം നേരിടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം ഡിഷ് ആൻറ്റിനകൾ എക്സ്റ്റേണലായിട്ട് വെച്ചുകൊണ്ട് ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാവുന്നതാണ് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു.